ഇത് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. ഇപ്പോഴും ഈ സ്ഥിതി തന്നെയാണെന്ന് ലൈവ് ഫോട്ടോയാണ്. ഇത് ക്ലീൻ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ക്ലീൻ എന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ആ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ ചെന്ന് നോക്കി ആ സ്റ്റേജുള്ള സ്ഥലത്ത് നോക്കിയാൽ ഞാൻ ഈ കാണിച്ച കാര്യങ്ങളെല്ലാം അവിടെ കാണാൻ വേണ്ടിയൊക്കെ പറ്റും. നിവേദ്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ പൊങ്കാല ഇട്ട സ്ഥലങ്ങളിലുള്ള മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്യുന്ന രീതിയാണ് ഉള്ളത്. കാരണം ഈ കാലാവസ്ഥ ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ പൊടിയുടെയൊക്കെ വലിയ ശല്യം ഉണ്ടാകുന്നുണ്ട്. ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞത് 3000-ഓളം വരുന്ന അധിക ജീവനക്കാരെ ഈ ക്ലീനിങ്ങിന് വേണ്ടി മാത്രം എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ഈ വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ, പൊങ്കാല കഴിഞ്ഞ് ഉടനെ തന്നെ ഉയർന്നു വന്നപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അതെല്ലാം അതിൻ്റെ വഴിക്ക് നടക്കുമെന്നുള്ള നിലയിലുള്ള നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. അപ്പം അതിനുശേഷമാണ് നിരന്തരമായി ജനങ്ങളും അവർ വാട്സാപ്പിലൂടെ മാലിന്യം കെട്ടിക്കിടക്കുന്നതും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള സന്ദേശമൊക്കെ അയച്ചു തുടങ്ങിയത്. ഇത് ഞാൻ ആറ്റുകാൽ പൊങ്കാലയുടെ സ്പെഷ്യൽ ഓഫീസർ എന്ന് പറയുന്നത് RDO ആണ്, ഗവൺമെൻറ് നിയോഗിച്ചിരിക്കുന്നത്. RDOയോട് ചോദിച്ചു. അപ്പോൾ RDOയോട് ചോദിച്ചപ്പോൾ RDOയുടെ അത്രയ്ക്ക് വിവരമില്ല. ഞാൻ പറഞ്ഞു ഇത് ഏത് സാഹചര്യത്തിലാണ് ഈ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മാലിന്യങ്ങൾ ആറ്റുകാൽ ക്ഷേത്ര വളപ്പിൽ തന്നെ കുന്നുകൂടി കിടക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിപ്പോർട്ട് നൽകണം എന്ന് ജില്ലയിലെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി എന്നുള്ള നിലയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള യോഗ തീരുമാനം, ആ യോഗ തീരുമാനം അട്ടിമറിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ബോധപൂർവമായിട്ടുള്ള പരിശ്രമം നടന്നിട്ടുണ്ടോ എന്നടക്കം പരിശോധന വിധേയമാക്കണമല്ലോ. ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള യോഗത്തിൽ മുഖ്യമന്ത്രി അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി, ഞാൻ, മേയർ, ബന്ധപ്പെട്ട എല്ലാവരും അവർ പങ്കെടുത്തിരുന്നു. അപ്പോൾ എല്ലാം പൊങ്കാല കഴിഞ്ഞ് ക്ലീനാവും എന്നുള്ള നിലയിലാണ് അതിലൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പം അതിന് വ്യത്യസ്തമായിട്ടാണ് ഈ കരുതി ഉണ്ടായിട്ടുള്ളത്. ഇത് വിവാദത്തിന് വേണ്ടി പറയുന്നതല്ല.